ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 14-ാമത്തെ വേദഭാഗം. സിയോനിൽ നിന്ന് ഇസ്രയേലിൻ്റെ രക്ഷ വന്നെങ്കിൽ, യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യും. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. നീതികെട്ടവർ ദൈവത്തിൻ്റെ ജനത്തെ ഞെരുക്കുമ്പോൾ അവർക്കുള്ള വിടുതൽ ദൈവസന്നിധിയിൽ നിന്ന് നിശ്ചയമായിട്ടും വെളിപ്പെടും. അവരുടെ നിരാശകളും അവരുടെ ഭാരങ്ങളുടെ ഒക്കെ നടുവിൽ സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും ദൈവം അവരുടെ അവസ്ഥകളിൽ മാറ്റം വരുത്തി പ്രവർത്തിക്കുന്ന ദൈവം എന്ന തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് വളരെ ഹൃദ്യമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് ഇടപെടുവാനുള്ളത്, നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ പരിതസ്ഥിതിയിൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. ഒരുപക്ഷെ നിങ്ങൾ ഭാരപ്പെട്ടായിരിക്കാം, വേദനപ്പെട്ടായിരിക്കാം, നിരാശപ്പെട്ടായിരിക്കാം ഈ വചനത്തെ കേൾക്കുന്നത്. നിങ്ങൾക്ക് ലോകപ്രകാരം എല്ലാ ആശ്രയങ്ങളും നഷ്ടപ്പെട്ടിരിക്കാം. നിങ്ങളുടെ പല പരിശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് പറയുവാനുള്ളത്, സത്യത്തിൽ ദൈവത്തിൽ നിങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്നെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ അടുത്തു വരുവാൻ കഴിയുന്നുവെങ്കിൽ, പ്രാർത്ഥനയോടെ അടുത്തു വരുവാൻ കഴിയുന്നുവെങ്കിൽ, നിങ്ങളുടെ പരിതസ്ഥിതിക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്തെടുക്കുവാൻ എൻ്റെ ദൈവം മതിയായവൻ എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ പാദപീഠ സമർപ്പിച്ചു കൊടുക്കാം. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.